നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ റാഫേൽ വരാനെ റയൽ മാഡ്രിഡ് വിട്ടത്. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ് അദ്ദേഹം ചേക്കേറിയത്. ആദ്യ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ വരാനയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സീസണിൽ കാര്യങ്ങൾ ഒരൽപ്പം വ്യത്യസ്തമാണ്. എന്തെന്നാൽ വേണ്ടത്ര അവസരങ്ങൾ പരിശീലകനായ എറിക് ടെൻ ഹാഗ് ഈ ഒരു ഫ്രഞ്ച് സൂപ്പർ താരത്തിന് നൽകുന്നില്ല. മറിച്ച് ഇവാൻസ്, ഹാരി മഗ്വയർ എന്നിവരൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിക്കൊണ്ട് എറിക് ടെൻ ഹാഗ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ റാഫേൽ വരാനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ മുൻ ക്ലബ്ബായ ലെൻസിലേക്ക് മടങ്ങാനാണ് ഇപ്പോൾ റാഫേൽ വരാനെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. ലെൻസിന്റെ പരിശീലകൻ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതായത് റാഫേൽ വരാനെ ഇങ്ങോട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് തങ്ങൾ അവരെ സ്വീകരിക്കും എന്നായിരുന്നു ലെൻസിന്റെ പരിശീലകൻ പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ റാഫേൽ വരാനെ കാര്യമായി കൊണ്ട് തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ വിരമിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ലെൻസിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ മൂന്ന് ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ വെച്ചുകൊണ്ടാണ് താൻ വിരമിക്കുക എന്ന് നേരത്തെ തന്നെ വരാനെ പറഞ്ഞിരുന്നു. അതായത് ഇനി പുതിയ ഒരു ക്ലബ്ബിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയില്ല. അദ്ദേഹം ക്ലബ്ബ് വിടുകയാണെങ്കിൽ തൻ്റെ മുൻ ക്ലബ്ബുകളിലേക്ക് മടങ്ങാനാണ് സാധ്യത. അപ്പോൾ ലെൻസ്, റയൽ മാഡ്രിഡ് എന്നിവർക്കാണ് ഇവിടെ സാധ്യതയുള്ളത്. പക്ഷേ റയൽ താരത്തെ തിരികെ എത്തിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലെൻസ് അദ്ദേഹത്തെ തിരികെ എത്തിച്ചേക്കും. അതിനു വേണ്ടിയുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ ഇവിടെ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.